എന്തിനൊക്കെ ഭയപ്പെടുന്നത്? ഒരു ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ലീഡർഷിപ്പുള്ള ഒരു നേതാവ് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി നടക്കണം. ഒരു സാധാരണക്കാരന്റെ തൊഴിൽ തട്ടി സംസാരിക്കാനുള്ള നെഞ്ചിരിപ്പ് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ഒരു നേതാവിന്. അതാണ് ലീഡർഷിപ്പ്. ശ്രീമാൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിലേക്കുള്ള നേതാവായിരുന്നു. കെ കരുണാകരൻ ജനഹൃദയങ്ങളുടെ നേതാവായിരുന്നു. കെ നായനാർ ജനഹൃദയങ്ങളുടെ നേതാവായിരുന്നു. അതേപോലുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇദ്ദേഹത്തിനില്ല. ഏകാധിപത്യ രീതിയിൽ മാത്രം നിന്നുകൊണ്ട് ഞാനാണ് ഈ കിരീടം ചെങ്കോലും എന്നുള്ള ധാർഷ്ട്യമായ രീതിയിലുള്ള ഒരു സമീപനമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഒരിക്കലും ശാശ്വതമായ സംസ്കാരത്തിന്റെ രീതിയല്ല. ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തോളോട് ചേർന്നുകൊണ്ട് നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഈ സംസ്ഥാനത്ത് മതേതരം കാത്തു സൂക്ഷിക്കുവാനുള്ള ആർജവമുള്ള സമീപനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഒരു പെൺ കേസ് എടുത്തിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് നേടുന്നത്. വികസനം എന്നുള്ളത് ഇവർക്കില്ല, അറിയാൻ പാടില്ല. ഇവർക്ക് ഇവരോരോ PR വർക്ക് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി പറയാം. സർക്കാരിനൊക്കെ തീർത്തും പരാജയം തന്നെയാണ്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിലോ, അതായത് 10 വർഷം മുമ്പ് ജനങ്ങൾ എങ്ങനെയായിരുന്നോ അതിനെക്കാട്ടും കുറച്ചും കൂടെ താഴെയാണ് ജനങ്ങളുടെ ഒരു അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിസ്ഥാന സൗകര്യമായാലും പ്രളയം വന്നു, കോവിഡ് വന്നു, അതിനുശേഷം ആളുകൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ആളുകൾക്ക് ഇപ്പോഴും കരകയറാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോ മത്സരിക്കാനും ചെയ്യാനും നടക്കുന്നവർ അവർ പറയും ഞങ്ങൾ ജയിക്കുമെന്ന് പറയും. പക്ഷെ വോട്ട് ചെയ്യുന്ന ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഇത് വരാൻ പാടില്ല എന്ന്. അതിലിപ്പോ ഏതാണ്ട് എല്ലാം ശരിയായിരുന്നു. ഇനി ശരിയാവാനായിട്ടൊന്നും തന്നെ ഇല്ല.